നന്നായി മോനെ. ഇത്രയും വലിയ കാര്യങ്ങള് നിന്നെ തേടി വരുന്നുണ്ടല്ലോ. ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. സത്യത്തില് ഗവൺമെന്റ് ഈ പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയല്ല. സ്നേഹഭവനത്തിന്റെ ഐഡിയയും എന്റേതല്ല. നമ്മുടെ വീട്ടിലെ മറ്റൊരാളുടെ ഐഡിയ. അതാണ് ഈ സർക്കാർ അംഗീകരിച്ചത്. അതാരാ? ഇങ്ങനെ വേറൊരാള്? നീ എന്തെങ്കിലും കാണിച്ചതാണോ? ഇല്ല. അയ്യോ അമ്മായി, ഒരു മണ്ടത്തരം സർക്കാർ അംഗീകരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കീർത്തിയെടുത്ത് ചോദിക്കണ്ട. മുത്തശ്ശി, ഗവൺമെന്റ് അംഗീകരിച്ച ഈ ഐഡിയ ഗാഥയുടേതാ. ഗാഥ, കൺഗ്രാറ്റ്സ്. മുമ്പ് ഞാനൊരു സ്ഥലം കാണിച്ചെന്ന് അവിടെ എന്ത് പ്രൊജക്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ വയസ്സായ ആളുകൾക്ക് വേണ്ടി ഒരു സ്നേഹഭവനം ഒരുക്കണമെന്നുള്ള കാര്യം താൻ പറഞ്ഞില്ലേ? അത് തന്നെയാ ഞാനിപ്പോ ഗവൺമെന്റിന്റെ മുന്നിൽ പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തത്. സോ ദിസ് ഇസ് യുവർ പ്രൊജക്ട്. വേണ്ട വേണ്ട, അതിന്റെ ബഹുമതിയൊന്നും എനിക്ക് തരണ്ട. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് ചെയ്തിട്ടാ? എന്റെ മനസ്സിൽ തോന്നിയ എന്തോ പൊട്ടത്തരം ഞാൻ നവീനോട് പറഞ്ഞു. നവീനത് വേറെ എന്തൊക്കെയോ ആക്കി എഴുതി കൊടുത്തു. അല്ലാതെ ഗവൺമെന്റ് എന്താ എന്നെ അംഗീകരിക്കാൻ പോവാണോ? അത് തന്നെ, ഗവൺമെന്റ് അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അമ്മായിയേ, ഗവൺമെന്റ് അംഗീകരിക്കാന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നുമില്ല. പറ്റിയാലേ നാളെ പത്രം വരുമ്പോ നോക്കിക്കൂ. കാളമാടത്തിന്റെ പേരായിരിക്കും മുഴുവൻ ഉണ്ടാവുക. നവീൻ, അതൊന്നും വേണ്ട കേട്ടോ. വേണം. അത് മാത്രമല്ല, ഈ പ്രൊജക്ടിന്റെ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അവർക്ക് കുറെ സംശയങ്ങൾ കൂടെ തീർക്കാനുണ്ട്. ആ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടതും താനാ. ഞാനില്ല, എങ്ങോട്ടുമില്ല. എടോ, ഇതെന്റെ ഭാര്യയുടെ ഐഡിയ ആണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. താൻ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിലേ അതെനിക്ക് കുറച്ചില്ല. മാത്രമല്ല, ഇത്രയും വലിയൊരു ഭാഗ്യം നമ്മുടെ കമ്പനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം പറയാൻ മോക്ക് സാധിച്ചെങ്കില് അത് മറ്റുള്ളവരുടെ മുന്നിലെ വിശദീകരിക്കാനും മോളെ കൊണ്ട് കഴിയും. അവന്റെ കൂടെ ചെല്ലാന്ന് സമ്മതിക്കും മോളെ. കണ്ടില്ലേ, അവനെ ലോകം കീഴടക്കിയവനെ പോലെ വന്ന് നിൽക്കുന്നത്. അത് ശരിയാ കേട്ടോ. ഗാഥാമാടത്തിന്റെ പദ്ധതി അവര് കൈയടിച്ച് അഭിനന്ദിച്ചപ്പോ സാറിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്തൊരു അഭിമാനമായിരുന്നു അറിയോ? അത് ഭാര്യയോട് സ്നേഹവും ഭാര്യയെ കുറിച്ച് അഭിമാനം ഉള്ളതുകൊണ്ട് തന്നെയാ. അതെ മോളെ, ഇനി ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നവീൻ നിനക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ നവീന്റെ കൂടെ പോയേ പറ്റൂ. മാത്രമല്ല, പെൺകുട്ടികൾ ഇങ്ങനെ അടുക്കളയിൽ അടച്ചുമൂടി കിടക്കേണ്ടവരാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല. മോൾക്കുള്ള കഴിവുകളെ വെച്ച് എന്തിൽ വേണമെങ്കിലും പങ്കെടുത്തോ. പൂർണ്ണമായിട്ട് ഞങ്ങളൊപ്പം ഉണ്ടാവും. കേട്ടല്ലോ, അച്ഛൻ, അമ്മ, മുത്തശ്ശി 3 പേരും കട്ടയ്ക്ക് നമ്മുടെ കൂടെയുണ്ട്. സോ ഇനി തർക്കങ്ങളൊന്നും വേണ്ട. സർക്കാരിന്റെ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. അതിനു മുമ്പ് അവര് നമ്മളെ മീറ്റ് ചെയ്യും. പ്രൊജക്ട് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അവരോട് മറുപടി പറയുന്നത് ഗാഥ നവീനായിരിക്കും. ഓക്കെ അല്ലേ മണിക്കുഞ്ഞ്? പിന്നല്ലാതെ ഗാഥാമാടം മനസ്സറിഞ്ഞൊന്ന് ഇറങ്ങിയാലുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഗവൺമെന്റിന്റെ മുഴുവൻ പ്രോജക്റ്റും നമ്മളെ കയ്യിലേക്ക് ഇങ്ങ് പോരുന്നേ. കൃഷ്ണമോളുടെ വരവ് എല്ലാം ശാന്തമാകുമെന്ന വിശ്വാസത്തിലായിരുന്നു ഞാനും നന്ദനും. പക്ഷേ ഇതിപ്പോ പേടി ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം ഇരട്ട പെൺകുട്ടികളിൽ ഒരുവൾ. അങ്ങനെ ഒരാള് കളരിക്കലെത്തുകയും കർമ്മം ചെയ്യുകയും ചെയ്താലല്ലേ
ശാപമോക്ഷം ഉണ്ടാവുമെന്ന് അങ്ങ് പറഞ്ഞത്. ഉം. വന്നു കയറിയ പെൺകുട്ടി ദൈവാനുഗ്രഹം ഉള്ളവളാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയുന്നവളുമാണ്. പക്ഷെ ഇരട്ടക്കുട്ടികളിൽ ഒരാളല്ലല്ലോ. രണ്ടുപേരെയും പ്രസവിച്ച അമ്മമാര് അവരവരുടെ കൺമുന്നിലുണ്ട്. അപ്പൊ പിന്നെ ഇനി വരാനുള്ളത് വേറൊരാളാണോ തിരുമേനി? അല്ല, വരാനുള്ളയാൾ വന്നു കഴിഞ്ഞു. തിരുമേനി പറയുന്നത്? സൂചനകളൊക്കെ ശരിയായിരിക്കാം. ഒരു കുട്ടിയെ പ്രസവിച്ചത് സിത്താരയും മറ്റേയാളെ പ്രസവിച്ചത് തങ്കം എന്ന സ്ത്രീയുമാണ്. അത് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്, അല്ലാതെ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. തിരുമേനി, എന്തായാലും ഒരു കാര്യം സത്യമാണല്ലോ, രാധയ്ക്ക് പകരം കൃഷ്ണയെ സിത്താരെ അന്വേഷിച്ചതും കണ്ടെത്തിയതും യാദൃശ്ചികമായിരുന്നില്ല. ദൈവത്തിന്റെ ഒരു തീരുമാനം അതിന്റെ പുറകിലുണ്ട്. ശരിയല്ലേ? സരസ്വതിയമ്മേ, എന്റെ കണക്കുകൂട്ടലനുസരിച്ച് ആ കുട്ടികൾക്ക് വേറിട്ട ജന്മമില്ല. അവർ ഒരേ ചോരയിൽ ഒന്നിച്ചു പിറന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുമേനി, സത്യം അതാണെന്ന് കാലം തെളിയിക്കും. അതിനധികം താമസം ഉണ്ടാവില്ല. എന്തായാലും എല്ലാം മംഗളമായി ഭവിക്കട്ടെ.